ഇന്ന് SCERT ഭാഗങ്ങളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്ന് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെയാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇവയൊക്കെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നത് ഏത് വനമേഖലയിലാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഹിമാലയ പർവ്വത നിരകളുടെ ഏകദേശം നീളം എത്ര കിലോമീറ്ററാണ്? 2400 കിലോമീറ്ററാണ്. ഹിമാലയ പർവ്വത നിരകളുടെ ഏകദേശ നീളം എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ 2400 കിലോമീറ്റർ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം എവിടെയായിരുന്നു? മഞ്ചേരിയിൽ. 1920 മഞ്ചേരി സമ്മേളനമായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം. ആ അവസാന സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് അങ്ങനെയാണ്. ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മെയ് 11. പശ്ചിമ തീര തുറമുഖങ്ങളും പൂർവ്വ തീര തുറമുഖങ്ങളും. ആദ്യം നമുക്ക് പശ്ചിമ തീര തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമ തീര തുറമുഖങ്ങൾ വരുന്നതാണ് കൊച്ചി, മംഗലാപുരം, മർമഗോവ, നവശേവ, മുംബൈ, കാണ്ട്ല. പൂർവ്വ തീര തുറമുഖത്തിൽ വരുന്നതാണ് ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ, വിശാഖപട്ടണം, പാരദ്വീപ്, കൊൽക്കത്ത. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി നദികളാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1918 ആണ്. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ച് മിശ്രഭോജനം നടത്തിയ വർഷം 1917 മെയ് 29 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. സ്വയം തൊഴിൽ പദ്ധതിയായ നവജീവൻ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? മുതിർന്ന പൗരന്മാരാണ് നവജീവൻ പദ്ധതിയിലെ ഉപഭോക്താക്കൾ. എന്താ നവജീവൻ പദ്ധതി? സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. കൈവല്യ പദ്ധതി ആർക്കാണ്? കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർ. ശരണ്യ പദ്ധതി വനിതകൾക്കായിട്ടുള്ള പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. കുത്താമ്പുള്ളി ഏത് ജില്ലയിലാണ്? കുത്താമ്പുള്ളി തൃശ്ശൂർ ജില്ലയിലാണ്. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7. ലാറ്ററൈറ്റുമായി ചേർന്ന് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് കേരളത്തിലെ ജില്ല. ലാറ്ററൈറ്റുമായി ചേർന്ന് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. നദിയുടെ അടിത്തട്ടിൽ എക്കൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന നദികൾ. നദിയുടെ അടിത്തട്ടിൽ എക്കൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന നദികൾ ഏതൊക്കെ? പുന്നപ്പുഴ, ചാലിയാർ പുഴയിലൊക്കെയാണ്. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? KM പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന്
രൂപീകരിച്ച സംസ്ഥാന സംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തിയാണ് KM പണിക്കർ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതനിരയാണ്. മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? വലനം പ്രക്രിയയിലൂടെ. വലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡിംഗ് എന്നാണ്. എക്സാമ്പിൾ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ് പർവ്വതനിരയൊക്കെ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന കാർഷിക വ്യാവസായിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖലയാണ് എന്ത്? സുവർണ ചതുഷ്കോണം. 12 സംസ്ഥാനങ്ങളിലൂടെ പാത കടന്നു പോകുന്നുണ്ട്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കേംബ്രിഡ്ജിലെ ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയാണ് ഏത്? ഈകോളി ബാക്ടീരിയ. ഈകോളി ബാക്ടീരിയ ജീവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മണ്ണിലും കുടലിലും ഈകോളി ബാക്ടീരിയ ജീവിക്കും. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ തന്മാത്രകൾ രൂപപ്പെടുത്തുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നീ മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ്. ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്നത് ഏതിനൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഇവയാണ് ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളാണ് ഉള്ളത്. ബയോമോളിക്യൂളും മറ്റനവധി രാസഘടനകളും ചേർന്ന് ഒരു ജീവിയിൽ നടത്തുന്ന രാസപ്രവർത്തനങ്ങൾ ഒന്നാകെ അറിയപ്പെടുന്നതാണെന്ത്? മെറ്റബോളിസം എന്ന്. ബയോമോളിക്യൂളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് ഒരു ജീവിയിൽ നടത്തുന്ന രാസപ്രവർത്തനങ്ങൾ ഒന്നാകെ അറിയപ്പെടുന്നതാണെന്ത്? മെറ്റബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന മെറ്റബോളിസമാണ് അനാബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന മെറ്റബോളിസമാണ് അനാബോളിസം. തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന മെറ്റബോളിസമാണ് കറ്റാബോളിസം. മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്യൂളാണ് ഏത്? എൻസൈമുകൾ അഥവാ ഹോർമോണുകൾ. മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്യൂളാണ് എൻസൈമുകൾ അഥവാ ഹോർമോണുകൾ. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ അറിയപ്പെടുന്നതാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനാണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ സലൈവറി അമിലേസും ആമാശയരസത്തിലെ എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ പെപ്സിനുമാണ്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നത് അറിയപ്പെടുന്നതാണെന്ത്? സമസ്ഥിതി പാലനമെന്ന്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ജലതന്മാത്രകളെ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യസ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. പ്ലാസ്മ തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നറിയപ്പെടുന്നത്. പ്ലാസ്മ തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിനാണ്. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിനാണ്. 1961 മെൽവിൻ കാൽവിന് രസതന്ത്രത്തിൽ നോബൽ ലഭിച്ചിട്ടുണ്ട്. സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. പരപോഷികൾ എന്നറിയപ്പെടുന്നത് ജന്തുക്കളെയാണ്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തരംതിരിക്കാം. യൂഫോട്ടിക് മേഖല, ഡിസ്റ്റോളിക് മേഖല, എഫോട്ടിക് മേഖല. യൂഫോട്ടിക് മേഖല എന്ന്